നമസ്കാരം. രാജ്യത്തെ രക്ഷിക്കാനുള്ള ദൗത്യത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അതിനുവേണ്ടി ജയിലിൽ പോകാനും മടിയില്ലെന്ന ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അദ്ദേഹം. ഒന്നെങ്കിൽ പ്രതിപക്ഷ എംപിമാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക, അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം അംഗീകരിക്കുക, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ എത്രയും വേഗം തിരുത്തുക, ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷനെ മാറ്റുക തുടങ്ങിയ ശക്തമായ ആവശ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് കൊണ്ടോ പ്രതിപക്ഷത്തിനെ വായടപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഈ രാജ്യത്ത് അത് വിലപ്പോവില്ല, നടക്കില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷം ബ്രിട്ടീഷുകാരോട് എങ്ങനെയായിരുന്നു പോരാടി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്, അതേ രീതിയിൽ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുന്ന ഒരു വലിയ പോരാട്ടത്തിലേക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇറങ്ങിയിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും രാഹുൽ ഗാന്ധി തളരില്ല. കാരണം BJPയുടെ ഭരണത്തെ തള്ളിയിടാൻ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരം കൂടിയാണിത്. 2025 മുൻപ് തന്നെ BJPയുടെ ഈ ഭരണം താഴേക്ക് വീഴും, കേന്ദ്ര ഗവൺമെൻറ് നിലപതിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം അവരെ അധികാരത്തിലേക്ക് കയറ്റിയിരുത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കള്ളക്കളികളിലൂടെയാണ് 80ഓളം ലോക്സഭാ സീറ്റുകളിലെ അട്ടിമറിയിലൂടെ NDA ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത്. അപ്പോഴും BJPക്ക് ഈ അട്ടിമറി മുഴുവൻ നടത്തിയിട്ടും കേവല ഭൂരിപക്ഷത്തിൽ എത്താനായിട്ട് സാധിച്ചില്ല എന്നത് ജനവികാരം എത്രത്തോളം പ്രതികൂലമായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. രാജസ്ഥാനിലെ ഒരു BJP സ്ഥാനാർത്ഥി പറഞ്ഞത് എന്താണ്? 4/3 ഭൂരിപക്ഷം തങ്ങൾക്ക് തന്നാലേ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. എതിരഭിപ്രായം പറയുന്നവരെ മുഴുവൻ ജയിലിൽ അടച്ചുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസികളെ മുഴുവൻ ഉപയോഗിച്ച് കള്ളക്കേസ് കൊടുത്ത് എല്ലാവരെയും അകത്താക്കിയിടാനാണ് ശ്രമമെങ്കിൽ അതാദ്യം നടക്കട്ടെ, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, രാഷ്ട്രപതി ദ്രൗപദി മുർമു വാ തുറക്കുന്നത് കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കാനും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം ചലിക്കുന്ന ഒരു പാവയായിട്ടാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി BJP വലിയ തോതിൽ അവരെ അപഹസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വയം അപഹാസ്യനായി ഇരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് കണ്ടിട്ടാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആ സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രപതിക്കും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നത്. BJPയുടെ ഔദാര്യം അത് നന്നായി മുതലെടുക്കാൻ അവർ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ പ്രതിപക്ഷം പറയുന്നുണ്ട്, അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകുമെന്ന്. കാരണം അത്രയേറെ വിമർശനങ്ങൾക്കിടയാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 543 MPമാർക്ക് നേരെയുള്ള ചോദ്യമാണത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യത വരുത്തുന്നത് എന്തിൻ്റെ പേരിലാണ്? സാധാരണക്കാരെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? തിരിച്ചറിയൽ രേഖ ഒന്നുമല്ല അവരുടെ മാനദണ്ഡമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പോരാട്ടത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്.